ഞാൻ ഡോക്ടർ എസ് ജയശ്രീ, വെറ്റിനറി സർജനാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നായ്ക്കൾക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റിയാണ്. ഈ ബിരിയാണി ഒരു ഡോഗി ബിരിയാണിയാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ റെസിപ്പി ഞാൻ എൻ്റെ പെറ്റിന് ഉണ്ടാക്കി കൊടുത്ത് ശീലിപ്പിക്കുന്നതാണ്. കാരണം ഇതാണ് ഞങ്ങളുടെ പെറ്റ്, ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ടോബി. അപ്പോൾ കുറച്ച് നാളായി പെറ്റ്സ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് ഒരു പെറ്റിൻ്റെ ആവശ്യകത മനസ്സിലാകുകയും ഒരു പെറ്റില്ലാത്തതിൻ്റെ ശൂന്യത ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇവനെ വാങ്ങിയത്. ഇവനെ വാങ്ങിയപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇവനെ വളർത്തണമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ ഒരു നായയ്ക്ക് അനിമൽ പ്രോട്ടീൻ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു സമയം കഴിഞ്ഞ്, ആദ്യത്തെ ആ ഒരു പപ്പി സ്റ്റേജൊക്കെ കഴിഞ്ഞ് അവന് ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ കൊടുക്കാറായപ്പോഴേക്കും നല്ല ഗുണനിലവാരമുള്ള ഇറച്ചി തന്നെ അവന് കൊടുക്കണം. എന്നാൽ ദിവസവും അതിനു വേണ്ടി സമയം കളയാനുമില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരെ പോലെ ഞങ്ങൾക്കും വന്നു. അപ്പോഴാണ് സുഗുണ ചിക്കൻ്റെ പോപ്പുലർ ചിക്കനെ പറ്റി അറിയാനിടയായത്. അപ്പോൾ അതുവരെ സാധാരണയായി പെറ്റ് പേരൻസിനോട് ചോദിക്കുമ്പോൾ അനിമൽ പ്രോട്ടീൻ്റെ ഇതിനു വേണ്ടിയിട്ട് സാധാരണയായി ഡോഗ്സിൻ്റെ ഫുഡിൽ ചിക്കൻ്റെ വേസ്റ്റ്, ബീഫിൻ്റെ വേസ്റ്റ്, പിന്നെ ചിലരെങ്കിലും ബീഫും ചിക്കനും ഒക്കെ നല്ല ചിക്കൻ തന്നെ നല്ല മീറ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അത് സാമ്പത്തികമായിട്ട് എല്ലാവർക്കും താങ്ങാനായി എന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് ഈ വേസ്റ്റും, അതായത് വേസ്റ്റ് മീൻസ് നമുക്ക് മനുഷ്യന് ഭക്ഷ്യയോഗ്യമല്ലാത്ത ചിക്കൻ്റെ കാല്, നഖം അങ്ങനെയൊക്കെയുള്ളതിന് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. കാരണം അതിൽ ന്യൂട്രീഷണൽ കണ്ടൻറ്റ് കുറവാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു പോഷകമൂല്യം കൂടുതലുള്ള ഫുഡ്, എന്നാൽ ഹൈജീനിക്കായി നല്ല ശുചിത്വമുള്ള ഫുഡ് കൊടുക്കണമെന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഒന്നാകെ നിർബന്ധമായിരുന്നു. എന്നാൽ അത് എക്കണോമിക് ആയിരിക്കുകയും വേണം. എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുഡ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഇതിനെ ഇങ്ങനെ ചിന്തിക്കാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. ഈ ബീഫിൻ്റെ വേസ്റ്റും കോഴിയുടെ വേസ്റ്റും ഒക്കെ കൊടുത്ത് വളർത്തുന്ന നായ്ക്കളിൽ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് കൂടുതലായി